IELTS റൈറ്റിംഗ് ടെസ്റ്റിന്റെ വിജയം എന്താണെന്നറിയണോ? ഇറ്റ്സ് എ സീക്രട്ട്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ദ എക്സാമിനർ ഈസ് ലുക്കിംഗ് ഫോർ. ഇറ്റ് ഈസ് ടു റൈറ്റ് വാട്ട് ദ എക്സാമിനർ ഈസ് ലുക്കിംഗ് ഫോർ. അതായത് ഒരു IELTS റീഡിംഗ് ടെസ്റ്റിന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സാമിനർ അതിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഗ്രാമറും ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഇഫ് യു ഡോണ്ട് യൂസ് ദീസ് വേർഡ്സ്, ഈവൻ ഇഫ് യുവർ സെൻറ്റൻസസ് ആർ ഗുഡ്, യുവർ ഗ്രാമർ ഈസ് കറക്റ്റ്, യു വോണ്ട് ഗെറ്റ് ദ ബാൻഡ് സ്കോർ. അപ്പോൾ അത് ഒന്നൊന്നായിട്ട് പഠിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ലിങ്കിങ് വേർഡ്സ് ആണ് പഠിക്കുന്നത്. ഇത് എല്ലാം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവസരം നോക്കി ആവശ്യമുള്ളത് എന്തായാലും ഉപയോഗിച്ചിരിക്കണം. ഇത് ഉപയോഗിക്കാൻ വിട്ടുപോയാൽ ബാൻഡ് സ്കോർ കിട്ടില്ല. ഗെറ്റിംഗ് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു IELTS റിട്ടൺ ടെസ്റ്റിൽ എക്സാമിനർ നോക്കുന്ന വാക്കുകളാണിവ. ഇത് ഒന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല, പക്ഷേ ഇവ നമ്മുടെ ചോദ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണം. അതിൽ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് അഡീഷൻ എന്നുള്ള വാക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാര്യം പറഞ്ഞ് 2 കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം പറഞ്ഞ് ഇൻ അഡീഷൻ അല്ലെങ്കിൽ മോർ ഓവർ അല്ലെങ്കിൽ ഫെർദർ മോർ എന്ന് ചേർത്തിട്ട് വേണം സെക്കൻഡ് കോൺസെപ്റ്റ് എഴുതാൻ. For example, if you are writing about health, that is doing exercise, you think apart from exercise, in addition, food is also important to get a good health. അപ്പോൾ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫെർദർ മോർ, ഇൻ അഡീഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. നമുക്കൊരു ഫെർദർ മോർ വെച്ചിട്ട് എക്സാമ്പിൾ നോക്കാം. ഗവൺമെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ് ആർ സ്ട്രൈവിംഗ് ടു എൻഹാൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ്. നമുക്കറിയുന്ന കാര്യമാണ്, ഗവൺമെൻറ്റ്സ് അക്രോസ് ദ വേൾഡ് ആ ട്രൈ, അതാണ് ഈ ബാറ്ററി വെഹിക്കിളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫെർദർമോർ, കണ്ടില്ലേ? അപ്പോൾ സെക്കൻഡ് വരി ഡയറക്റ്റ് ആയിട്ട് പറയാതെ കണക്ഷൻ ആയിട്ട് വന്നു. ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ റിന്യൂവബിൾ എനർജി സോഴ്സസ് ദേ എയിം ടു അച്ചീവ് എ സസ്റ്റൈനബിൾ ബാലൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് എൻവയറമെന്റൽ പ്രിസർവേഷൻ. അപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു സെന്റൻസ് എടുത്തിടാൻ കാര്യം, വെൻ യു റൈറ്റ് 2 തിങ്സ് യു ഹാവ് ടു കണക്ട്. ഇനി നമ്മൾ ഇത് മോർ ഓവർ വെച്ച് നമുക്ക് എഴുതാം, പക്ഷേ ഞാൻ എക്സ്ട്രാ സെന്റൻസ് തരാണ്. കമ്മ്യൂണിറ്റി സർവീസ് ഇനിഷ്യേറ്റ്സ് not only benefit by underprivileged but also instill a sense of responsibility among volunteers. അതായത് കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഗുണം എന്താണ്? അണ്ടർ പ്രിവിലേജിനെ ബെനിഫിറ്റ് ചെയ്യുന്നതിന് മാത്രമല്ല, ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി വോളണ്ടിയേഴ്സിന് വരും. മോർ ഓവർ, ദീസ് പ്രോഗ്രാംസ് എൻകറേജ് എ കൾച്ചർ ഓഫ് എംപതി ആൻഡ് കോഓപ്പറേഷൻ എസെൻഷ്യൽ ഫോർ സൊസൈറ്റൽ ഹാർമണി. അപ്പോൾ ഈ മോർ ഓവറിന് പകരം ഇൻ അഡീഷൻ എഴുതിയാലും കുഴപ്പമില്ല, ഫെർദർ മോർ എഴുതിയാലും കുഴപ്പമില്ല. ഇതിലേതെങ്കിലും ഒരു വാക്ക് നമ്മൾ സെൻറ്റൻസ് 2 കാര്യങ്ങൾ എഴുതുമ്പോൾ എന്തായാലും എഴുതണം. അപ്പോൾ എന്താണ് ഓർമ്മയുള്ളത് എഴുതിയാൽ മതി. ഇൻ അഡീഷൻ, ഫെർദർ മോർ ഓർ മോർ ഓവർ. ഇനി കോൺട്രാസ്റ്റ്, അതായത് നമ്മൾ 2 ഐഡിയാസ് തമ്മിൽ ഇതാക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് എഴുതി, തേർഡ് പാരഗ്രാഫിൽ നമ്മൾ അതിന് ഓപ്പോസിറ്റ് വ്യൂസ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹവെവർ, ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ്, നെവർദലെസ്, ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഹവെവർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. മെനി ആർഗ്യൂ ദാറ്റ് ടെക്നോളജി സിംപ്ലിഫൈസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ടെക്നോളജി നമ്മുടെ ലൈഫിനെ പ്രൊവൈഡിങ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നു. ഹവെവർ, ഇറ്റ് ഓൾസോ റീഡ് ടു റെഡ്യൂസ്ഡ് പ്രൈവസി ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും പറയുമ്പോൾ യു യൂസ് ഹവെവർ. ഇത് ഓൺ ദ അതർ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്താലും കറക്റ്റാണ്. ഇവിടെ വേറൊരു ഉദാഹരണം, ഫിസിക്കൽ ബുക്സ് ഹാവ് ബീൻ ചെറിഷ്ഡ് ഫോർ സെഞ്ചുറീസ് ഫോർ ദ ടാക്ടൈൽ എക്സ്പീരിയൻസ് ദേ ഓഫർ ആൻഡ് ദ ഈസ് ഓഫ് ഷെയറിംഗ് വിത്ത് അതേഴ്സ്. ഓൺ ദി അതർ ഹാൻഡ്, ഡിജിറ്റൽ ബുക്സ് ആർ മോർ കൺവീനിയൻറ്റ് ആൻഡ് environmentally friendly as they save paper and can be accessed from anywhere with an electronic device. അപ്പോൾ ഒരു സൈഡ് ഫിസിക്കൽ ബുക്സിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, അത് ഈസ് ഓഫ് ഷെയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു ടാക്ടൈൽ എക്സ്പീരിയൻസ് നൽകുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഓൺ ദി അതർ ഹാൻഡ് ഡിജിറ്റൽ ബുക്സും ഒട്ടും മോശമല്ല, കാരണം അത് കൺവീനിയൻ്റ് ആണ്, ഇക്കണോമിക് എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആണ്, ഈസിലി ആക്സസിബിൾ ആണ്. അപ്പോൾ 2 കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹവെവർ, ഓൺ ദി അതർ ഹാൻഡ് ആൻഡ് നെവർദലെസ് എന്ന വാക്ക് ഉപയോഗിക്കണം. ഇനി ചില കാര്യങ്ങൾ കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, ലെസ് സ്ലീപ്പ് ലീഡ് ടു സ്ട്രെസ് എന്ന് പറയുന്ന അതാണെങ്കിൽ നമ്മൾ ബിക്കോസ്, ദെയർ ഓഫ്, കോൺസിക്വൻ്റ്ലി. ഇതിൽ ബിക്കോസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്.
ദെയർ ഓഫ് അല്ലെങ്കിൽ കോൺസിക്വൻ്റ്ലി എന്ന് ഉപയോഗിക്കാം. ഇത് ഫോർ എക്സാമ്പിൾ, because many urban areas are facing high levels of pollution, governments around the world are investing more in public transportation solutions. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞില്ല, ബിക്കോസ് എന്നൊരു വാക്ക് വെച്ച് എഴുതാം. അതുപോലെ therefore, by reducing the dependency on private vehicles, cities can significantly lower their carbon footprint and improve their quality for their residents. അപ്പോൾ what I'm saying is that when you have to write about the cause and effect cases, use the word because. അപ്പോൾ in addition, contrast, however, ഇത് ഉപയോഗിക്കണം. ഇനി നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടി വരും ഫോർ ടു തിങ്സ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ ഫിസിക്കൽ ബുക്സും ഡിജിറ്റൽ ബുക്സും കമ്പയർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വാക്കുകൾ ഉപയോഗിക്കാം? സിമിലർലി, just as, and likewise. അപ്പോൾ similarly, the government investment in renewable energy not only promotes environmental sustainability but also creates numerous job opportunities in the green technology sector. ഇപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, പല വരികൾക്കും നീളം കൂടുതലാണ്. അതായത് ദേ ആർ ഓൾ കോംപ്ലക്സ് ഓർ കോമ്പൗണ്ട് സെൻറ്റൻസസ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിൽ മാത്രം ഇത് പോയി കഴിഞ്ഞാൽ ബാൻഡ് സ്കോർ കുറയും. അപ്പോൾ അതാണ് കമ്പാരിസൺ. അപ്പോൾ നമ്മൾ സിമിലർലി എന്നൊരു വാക്ക് ഓർത്താൽ മതി. ഇനി എക്സാമ്പിൾ മസ്റ്റായിട്ട് പറയണം. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, സച്ച് ആസ്, പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇൻ കൺക്ലൂഷൻ, ടു സമ്മറൈസ്, ഇൻ സമ്മറി, ഓവറോൾ, ഇത് എഴുതിയിട്ട് വേണം നമ്മൾ എഴുതാൻ. പിന്നെ ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സീക്വൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, സബ്സീക്വൻ്റ്ലി, ദെൻ ലാസ്റ്റ്ലി എന്ന പദങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് പഠിച്ചത്? നമ്മൾ എഴുതുന്ന കാര്യം എന്താണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അഡീഷൻ വാക്കുകൾ, കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് കോൺട്രാസ്റ്റ് ലിങ്കിങ് വേർഡ്സ്, കോസ് ആൻഡ് ഡിഫക്റ്റിനുള്ള വേർഡ്സ്, കമ്പാരിസണുള്ള വാക്കുകൾ, പിന്നെ എക്സാമ്പിൾ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ, ഇൻ കൺക്ലൂഷൻ, ദെൻ സീക്വൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ലാസ്റ്റ്ലി എന്നൊക്കെ എഴുതിയിട്ട് കോമയിട്ട് ഫെർദർ ചെയ്ത് പോയാലേ നമുക്ക് IELTS റൈറ്റിങ്ങിന് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മറക്കരുത്. കോണ്ടന്റ് എന്തായാലും ശരി, ഇതിൽ കുറച്ച് വാക്കുകൾ അവർ പറയുന്ന മിനിമം ഒരു 4-5 വാക്കെങ്കിലും പ്രയോഗിച്ചാലേ ബാൻഡ് സ്കോർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. ഡോണ്ട് വറി. I will see you in the next video in which we speak about lexical resources. Okay. Thank you for watching.